ഹായ് ഡിയേഴ്സ്, ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെക്കൻഡ് സെമസ്റ്റർ BBA FIUGPയുടെ ഭാഗമായിട്ട് വരുന്ന ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്ന പേപ്പറിൻ്റെ സെക്കൻഡ് പാർട്ട് വീഡിയോ ആണ്. ഈ ഒരു പേപ്പറിൻ്റെ ഫസ്റ്റ് പാർട്ട് വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ പൂർണ്ണമായിട്ടും ഫസ്റ്റ് പാർട്ട് വീഡിയോസ് വാച്ച് ചെയ്യാം. ആ ഒരു ക്ലാസ്സിൻ്റെ നേർ തുടർച്ചയാണ് ഈ ഒരു ക്ലാസ്. നമ്മൾ ഈ ഒരു ചാനലിലൂടെ ഈ ഒരു പേപ്പറിൻ്റെ കംപ്ലീറ്റ് ക്ലാസ്സുകളും നിങ്ങളുടെ സിലബസിൽ വരുന്ന കംപ്ലീറ്റ് ക്ലാസ്സുകളും പ്രൊവൈഡ് ചെയ്യണമെന്ന് വിചാരിക്കുന്നു. എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ലാസ്റ്റ് ഡിസ്കസ് ചെയ്തത് ടൈം വാല്യൂ ഓഫ് മണി എന്ന് പറയുന്ന കോൺസെപ്റ്റാണ്. ടൈം വാല്യൂ ഓഫ് മണിയിൽ 2 ടെക്നിക്കാണ് ഉപയോഗിക്കുന്നത് പറഞ്ഞു. ഒന്ന് കോമ്പൗണ്ടിങ് ടെക്നിക്ക്, ഫ്യൂച്ചർ വാല്യൂ കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ടെക്നിക്കാണിത് കോമ്പൗണ്ടിങ്. മറ്റൊരു ടെക്നിക്കായിരുന്നു ഡിസ്കൗണ്ട് ടെക്നിക്ക്. പ്രസൻറ്റ് വാല്യൂ കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ടെക്നിക്കാണിത് ഡിസ്കൗണ്ടിങ്. അപ്പോൾ ടൈം വാല്യൂ ഓഫ് മണിയിൽ 2 ടെക്നിക്കാണുള്ളത്. ഒന്ന് കോമ്പൗണ്ടിങ്ങും മറ്റൊന്ന് ഡിസ്കൗണ്ടിങ്ങും. അതിൽ കോമ്പൗണ്ടിങ്ങിനെ കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡീറ്റെയിൽഡായി ഡിസ്കസ് ചെയ്തു. അതുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസും സോൾവ് ചെയ്തു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിസ്കൗണ്ടിങ് ടെക്നിക്കിനെ കുറിച്ചാണ്. അപ്പോൾ എന്താണ് ഡിസ്കൗണ്ട് ടെക്നിക്ക് അല്ലെങ്കിൽ പ്രസൻറ്റ് വാല്യൂ ടെക്നിക്ക്? ദ പ്രോസസ് ഓഫ് കാൽക്കുലേറ്റിംഗ് പ്രസൻറ്റ് വാല്യൂ ഓഫ് ഫ്യൂച്ചർ മണി ഈസ് കാൾഡ് ഡിസ്കൗണ്ടിങ്. നമ്മൾ പ്രസൻറ്റ് വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ടെക്നിക്കിന് പറഞ്ഞ പേരാണിത് ഡിസ്കൗണ്ടിങ്. അതായത് ഫ്യൂച്ചർ മണിയുടെ പ്രസൻറ്റ് വാല്യൂ കണ്ടുപിടിക്കുന്ന ടെക്നിക്കാണിത് ഡിസ്കൗണ്ടിങ്. ഒരു സിമ്പിൾ മീനിങ് നോക്കാം. കാൽക്കുലേറ്റിംഗ് ദി പ്രസൻറ്റ് വാല്യൂ ഓഫ് ഫ്യൂച്ചർ മണി. പ്രസൻറ്റ് വാല്യൂ കണ്ടുപിടിക്കുക, ഫ്യൂച്ചർ മണിയുടെ പ്രസൻറ്റ് വാല്യൂ കണ്ടുപിടിക്കുക, അതിനു വേണ്ടി ഉപയോഗിക്കുന്ന ടെക്നിക്കാണ് ഡിസ്കൗണ്ട് ടെക്നിക്ക്. അപ്പോൾ ഭാവിയിൽ ഇത്ര രൂപയാണെങ്കിൽ പ്രസൻറ്റിൽ ഇന്ന് എത്ര രൂപയായിരിക്കും അത് കണ്ടുപിടിക്കുക. അത് കണ്ടുപിടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ടെക്നിക്കാണിത് ഡിസ്കൗണ്ട് ടെക്നിക്ക് അല്ലെങ്കിൽ പ്രസൻറ്റ് വാല്യൂ ടെക്നിക്ക്. അപ്പോൾ ടൈം വാല്യൂ ഓഫ് മണിയിൽ 2 ടെക്നിക്കാണെന്ന് പറഞ്ഞു. ഒന്ന് കോമ്പൗണ്ടിങ് ഫ്യൂച്ചർ വാല്യൂ കാണുക, മറ്റൊന്ന് ഡിസ്കൗണ്ടിങ് പ്രസൻറ്റ് വാല്യൂ കാണുക. ഈ 2 ടെക്നിക്കും കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഇനി നമുക്കിവിടെ വരുന്ന ടോപ്പിക്കാണ് ടെക്നിക്സ് ടു ഫൈൻഡ് ഔട്ട് പ്രസൻറ്റ് വാല്യൂ. പ്രസൻറ്റ് വാല്യൂ PV കണ്ടെത്താനുള്ള ടെക്നിക്സ്. 2 ടെക്നിക്കാണ് പ്രസൻറ്റ് വാല്യൂ കണ്ടെത്താനുള്ളത്. അതിലൊന്ന് ദ പ്രസൻറ്റ് വാല്യൂ ഓഫ് സിംഗിൾ ക്യാഷ് ഫ്ലോ. സിംഗിൾ ക്യാഷ് ഫ്ലോ വെച്ചിട്ടുള്ള പ്രസൻറ്റ് വാല്യൂ. സെക്കൻഡ് ആണ് ദ പ്രസൻറ്റ് വാല്യൂ ഓഫ് ആനുറ്റി ടേബിൾ വെച്ചിട്ടുള്ള പ്രസൻറ്റ് വാല്യൂ. അപ്പോൾ 2 രീതിയിലാണ് പ്രസൻറ്റ് വാല്യൂ കണ്ടുപിടിക്കാനുള്ളത്. ഒന്ന് സിംഗിൾ ക്യാഷ് ഫ്ലോ, ഒറ്റ ക്യാഷ് ഫ്ലോ വെച്ചിട്ട് പ്രസൻറ്റ് വാല്യൂ കണ്ടുപിടിക്കാനും, മറ്റൊന്ന് ആനുറ്റി ടേബിൾ അല്ലെങ്കിൽ ആനുറ്റിയുടെ സഹായത്തോടു കൂടി പ്രസൻറ്റ് വാല്യൂ കണ്ടുപിടിക്കാനുള്ള മെത്തേഡും. പ്രസൻറ്റ് വാല്യൂ ഓഫ് എ സിംഗിൾ ക്യാഷ് ഫ്ലോ. അപ്പോൾ ഈ ടെക്നിക്ക് പ്രകാരം ക്യാഷ് ഫ്ലോ എന്തായിരിക്കും? സിംഗിൾ ആയിരിക്കും, ഒരൊറ്റ എമൗണ്ട് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. അപ്പോൾ ഈ ടെക്നിക്ക് പ്രകാരം എങ്ങനെയാണ് പ്രസൻറ്റ് വാല്യൂ കണ്ടുപിടിക്കാൻ നോക്കാം. പ്രസൻറ്റ് വാല്യൂ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് PV = FV ഡിവൈഡഡ് ബൈ 1 + R⁻n. ഓരോന്നും നൽകിയിട്ടുണ്ട്. വേർ PV എന്ന് പറയുന്നത് എന്താണ്? പ്രസൻറ്റ് വാല്യൂ ആണ്. FV എന്ന് പറഞ്ഞാൽ ഫ്യൂച്ചർ വാല്യൂ ഓർ ക്യാഷ് ടു ബി റിസീവ്ഡ് ഫ്യൂച്ചർ. നമ്മൾ ഭാവിയിൽ സ്വീകരിക്കുന്ന ക്യാഷാണത് FV. അപ്പോൾ FV എന്ന് പറഞ്ഞാൽ ഫ്യൂച്ചർ വാല്യൂ ആണ്. R എന്ന് പറഞ്ഞാൽ ഡിസ്കൗണ്ട് റേറ്റ് അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റ് ആണ്. R എന്താണ്? ഡിസ്കൗണ്ട് റേറ്റ് അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റ് ആണ്. N എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് പീരിയഡ് ആണ്, ഓർ ഇയേഴ്സ് ഓർ മന്ത്. എത്ര വർഷത്തേക്കാണ് അല്ലെങ്കിൽ എത്ര മാസത്തേക്കാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്, അതാണെന്ത് N. വളരെ എളുപ്പമുള്ള ഏരിയയാണ്. ഈ ഏരിയയൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കുക. പ്രോബ്ലംസ് ഇത്തരം ഏരിയയിൽ നിന്ന് വരാറുണ്ട്. വളരെ സിമ്പിൾ ചോദ്യങ്ങളാണ്. ഒരു സിമ്പിളായുള്ള ചോദ്യം നോക്കാം. ഇഫ് യു വിൽ റിസീവ് ₹10,000 ആഫ്റ്റർ 2 years ആൻഡ് ദി ഡിസ്കൗണ്ട് റേറ്റ് ഈസ് 10%, വാട്ട് ഈസ് ദി പ്രസൻറ്റ് വാല്യൂ എന്നാണ് ചോദ്യം. ഇവിടെ നമുക്ക് 2 വർഷത്തിന് ശേഷം 10,000 രൂപ ലഭിക്കും. എത്ര ഡിസ്കൗണ്ടിൽ? 10% ഡിസ്കൗണ്ട് റേറ്റിൽ 2 വർഷത്തിന് ശേഷം 10,000 രൂപ ലഭിക്കും.
അപ്പോൾ അതിൻ്റെ പ്രസൻറ്റ് വാല്യൂ ആണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. പി വി പ്രസൻറ്റ് വാല്യൂ ആണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. ആദ്യം നമ്മൾ പ്രസൻറ്റ് വാല്യൂവിൻ്റെ ഇക്വേഷൻ എഴുതാം. പി വി ഈക്വൽ ടു എഫ് വി ഡിവൈഡഡ് ബൈ 1 പ്ലസ് ആർ റേസ് ടു എൻ. എന്താണ് ഇക്വേഷന്? എഫ് വി ഡിവൈഡഡ് ബൈ 1 പ്ലസ് ആർ റേസ് ടു എൻ. ഇവിടെ എഫ് വി ഫ്യൂച്ചർ വാല്യൂ എന്ന് പറഞ്ഞാൽ 10,000 ആണ്. ഫ്യൂച്ചർ വാല്യൂ 10,000 ആണ്. ദെൻ 1 പ്ലസ് ആറ് എത്രയാണ്? 10%. 10% എന്ന് പറഞ്ഞാൽ 0.10 ആണ്. റേസ് ടു എൻ ആണ്. എൻ 2 ആണ്. അപ്പോൾ 10,000 ഡിവൈഡഡ് ബൈ 1 പ്ലസ് 0.10 റേസ് ടു 2 എന്ന് കിട്ടും. അത് സോൾവ് ചെയ്യുമ്പോൾ 10,000 ഡിവൈഡഡ് ബൈ 1.21 എന്ന് കിട്ടും. അതിൻ്റെ ആൻസർ അല്ലേ 8,264 എന്ന് കിട്ടും. അപ്പോൾ നമ്മൾ 10,000 രൂപ ഫ്യൂച്ചർ ലഭിക്കുകയാണെങ്കിൽ ഇന്നത്തെ അതിൻ്റെ വാല്യൂ എത്രയാണ്? 8,264 ആണ്. വളരെ സിമ്പിളായിട്ടുള്ള ഏരിയയാണ്, കൃത്യമായിട്ട് മനസ്സിലാക്കുക. നെക്സ്റ്റ് സെക്കൻഡ് മെത്തേഡാണ്. ഡിസ്കൗണ്ടിങ് കണ്ടുപിടിക്കാനുള്ള സെക്കൻഡ് മെത്തേഡാണ് പി വി ഓഫ് ആനുറ്റി. ആനുറ്റി വെച്ചിട്ട് നമുക്ക് എന്ത് കാണുക? പ്രസൻറ്റ് വാല്യൂ കണ്ടുപിടിക്കാനുള്ള മെത്തേഡ്. അതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം നോക്കാം. ആനുറ്റി റിസീവ്ഡ് ഈസ് 5,000 per annum. Calculate present value of the annuity received 4 years if discount factor is 6%. അതായത് ആനുറ്റി നമുക്ക് ആനുവലായിട്ട് ഓരോ വർഷം 5,000 രൂപ ലഭിക്കുന്നു. ഓരോ വർഷം 5,000 രൂപ ലഭിക്കുന്നു. കാൽക്കുലേറ്റ് പ്രസൻറ്റ് വാല്യൂ ഓഫ് ആനുറ്റി നമുക്ക് 4 വർഷത്തിന് ശേഷം എത്രയായിരിക്കും? അതായത് 4 വർഷം നമുക്ക് എന്ത് ചെയ്യുന്നു? ഈ 5,000 രൂപ ലഭിക്കുന്നു. 4 വർഷത്തിന് ശേഷം പ്രസൻറ്റ് വാല്യൂ എത്രയായിരിക്കും എന്ന് ചോദിക്കുന്നത് ഡിസ്കൗണ്ട് ഫാക്ടർ എത്രയാണ്? 6%. അപ്പോൾ അവിടെ ലഭിക്കുന്നത് 5,000 രൂപയാണ്. ദെൻ 4 വർഷം ലഭിക്കുന്നുണ്ട്. ഡിസ്കൗണ്ട് ഫാക്ടർ 6%. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാം. നമ്മൾ ഇത്തരം പ്രോബ്ലംസ് ഇക്വേഷൻ മുഖാന്തരം അല്ല സോൾവ് ചെയ്തത്. അപ്പോൾ ആനുറ്റിയുമായി ബന്ധപ്പെട്ട ആനുവൽ റിസീവുമായി ബന്ധപ്പെട്ട എല്ലാ ചോദ്യവും നമ്മൾ സോൾവ് ചെയ്യാൻ നോക്കുന്നത് ടേബിൾ വെച്ചിട്ടാണ്. ഇവിടെ ഡിസ്കൗണ്ട് ടേബിൾ വെച്ചിട്ടാണ്. അങ്ങനെ നിങ്ങൾ ഡിസ്കൗണ്ട് ടേബിൾ വെച്ചിട്ടാണ് പ്രോബ്ലം സോൾവ് ചെയ്യുന്നത് വെച്ചാൽ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ആ ഒരു ഭാഗം പഠിക്കുകയും ചെയ്യും. വളരെ എളുപ്പത്തിൽ അത്രയും ഏരിയയിൽ നിന്ന് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് എല്ലാവരും ഡിസ്കൗണ്ട് വാല്യൂ ടേബിൾ നിങ്ങളുടെ കൈവശം കരുതുക. നിങ്ങൾക്ക് പരീക്ഷയ്ക്കും ആ ടേബിൾ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇത് പ്രകാരം നമുക്ക് ഈ ഒരു ചോദ്യം സിമ്പിളായി സോൾവ് ചെയ്യാം. ഇവിടെ എത്ര വർഷമാണുള്ളത്? 4 വർഷമാണ്. 4 വർഷം എത്ര റിസീവ് ചെയ്യുന്നത് അല്ലേ? 4 വർഷം 5,000 ആണ്. ഫസ്റ്റ് വർഷം 5,000, സെക്കൻഡ് വർഷം 5,000, തേർഡ് വർഷം 5,000, ഫോർത്ത് ഇയറിലും 5,000. ഇനി നമ്മൾ ഡിസ്കൗണ്ട് ഫാക്ടർ കാണണം അല്ലേ? 6% ഡിസ്കൗണ്ട് ഫാക്ടർ. പ്രസൻറ്റ് വാല്യൂ ടേബിളിൽ ജസ്റ്റ് എന്ത് ചെയ്യുക? ഡിസ്കൗണ്ട് ഫാക്ടർ കാണാം. പ്രസൻറ്റ് വാല്യൂ ടേബിൾ ഇതാണ് അല്ലേ? അതിൽ 6%, 6% എന്ന് പറഞ്ഞാൽ ഇതാണ്. ഈ 6%ൻ്റെ 4 വർഷത്തിലെടുക്കാം. അപ്പോൾ ഈ 6%ൻ്റെ 4 വർഷത്തെ കറക്റ്റിന് എഴുതിയെടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക? അത് ഗുണിച്ച് കഴിഞ്ഞാൽ പ്രസൻറ്റ് വാല്യൂ കിട്ടും. അപ്പോൾ ഇത് മാത്രം ഈ ഒരു ടേബിൾ നിങ്ങൾ കൈവശം ഉണ്ടെങ്കിൽ അല്ലേ എന്തെടുക്കുന്നു? പ്രസൻറ്റ് വാല്യൂ ടേബിൾ ഒന്ന് നോക്കുന്നു. ആ പ്രസൻറ്റ് വാല്യൂ ടേബിളിൽ 6%-ലെ ഫസ്റ്റ് 4 വർഷം എത്രയാണ് വരുന്നത്? ഫസ്റ്റ് വർഷം വരുന്നത് 0.943 ആണ്. ദെൻ സെക്കൻഡ് ഇയർ 890 ആണ്. തേർഡ് ഇയർ 840 ആണ്. ഫോർത്ത് ഇയർ 792 ആണ്. ഇനി നമ്മൾ എന്ത് ചെയ്യുക? ഈ അല്ലേ ഇത് രണ്ടും കുടിക്കുക. 5,000 ഇൻറ്റു 0.943 പ്രസൻറ്റ് വാല്യൂ കിട്ടും. അങ്ങനെ ഓരോ വർഷത്തിൻ്റെയും പ്രസൻറ്റ് വാല്യൂ കിട്ടും. അത് ടോട്ടൽ ചെയ്യുക. അപ്പോൾ ഇതാണ് എന്ത്? ഇവിടെ നമുക്ക് ടോട്ടൽ പ്രസൻറ്റ് വാല്യൂ 4 വർഷത്തിൻ്റെ ടോട്ടൽ പ്രസൻറ്റ് വാല്യൂ 17,325 ആണ്. അപ്പോൾ ഓരോന്നും ഇങ്ങനെ ഗുണിച്ചാൽ മാത്രം മതി, വളരെ എളുപ്പത്തിൽ സോൾവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു ചോദ്യത്തിൽ അല്ലേ ഓരോ വർഷം 5,000 ആണ്.
ഇനി അടുത്ത ചോദ്യത്തിൽ നമ്മൾ ഡിഫറെൻറ്റ് എമൗണ്ട് ഉള്ളതാണ് സോൾവ് ചെയ്യാൻ നോക്കുന്നത്. അപ്പോൾ ഇവിടെ രണ്ട് രീതിയിലുള്ള ചോദ്യം വരിക, എല്ലാ വർഷവും സെയിം എമൗണ്ടും അല്ലെങ്കിൽ ഓരോ വർഷം ഡിഫറെൻ്റ് എമൗണ്ടും. എല്ലാം ചെയ്യുന്നത് ഒരേ രീതിയാണ്, വളരെ എളുപ്പമാണ്. അപ്പോൾ എല്ലാവരും പ്രസൻറ്റ് വാല്യൂ ടേബിൾ നിങ്ങളുടെ കൈവശം കരുതാം. നെക്സ്റ്റ് ആണ് മറ്റൊരു ചോദ്യം. ഫോർ ദി ഫോളോവിങ് ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോ കാൽക്കുലേറ്റ് പ്രസൻറ്റ് വാല്യൂ അസ്യൂമിങ് ദാറ്റ് ടൈം വാല്യൂ ഓഫ് മണി ഈസ് 12%. താഴെ എന്തുണ്ട്, ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോസ് നൽകിയിട്ടുണ്ട്. അത് വെച്ചിട്ട് എന്ത് കണ്ടുപിടിക്കാൻ പോകുന്നത്, പ്രസൻറ്റ് വാല്യൂ കണ്ടുപിടിക്കാനാണ്. അസ്യൂമിങ് ടൈം വാല്യൂ ഓഫ് മണി ഈസ്, അതായത് ഡിസ്കൗണ്ട് ഫാക്ടർ 12% കാണുന്നത്. ഓരോ വർഷത്തെയും ക്യാഷ് ഫ്ലോ നൽകിയിട്ടുണ്ട്, ഡിസ്കൗണ്ട് ഫാക്ടർ എത്രയാണ്, 12%. ഇവിടെ നമുക്ക് കിട്ടേണ്ടത് ക്യാഷ് ഫ്ലോയും കിട്ടണം, ഡിസ്കൗണ്ട് ഫാക്ടറും കിട്ടണം. ഇവിടെ എന്താണ്, ക്യാഷ് ഫ്ലോ ഡിഫറെൻ്റ് ആണ്. നമ്മൾ കഴിഞ്ഞ ചോദ്യത്തിൽ ക്യാഷ് ഫ്ലോ എന്തായിരുന്നു, സെയിം എമൗണ്ട് ആയിരുന്നു. ഇവിടെ 4 വർഷത്തെയും ക്യാഷ് ഫ്ലോ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഫസ്റ്റ് ഇയറിൽ ക്യാഷ് ഫ്ലോ 5,000 ആണ്, സെക്കൻഡ് ഇയറിൽ 7,000 ആണ്, തേർഡ് ഇയറിൽ 10,000 ആണ്, ഫോർത്ത് ഇയറിൽ 8,000 ആണ്. ഇനി നമുക്ക് എന്ത് മാത്രമേ കണ്ടുപിടിക്കാനുള്ളൂ അല്ലേ, ഡിസ്കൗണ്ട് ഫാക്ടർ. 12% ഡിസ്കൗണ്ട് ഫാക്ടർ ജസ്റ്റ് ടേബിൾ വെച്ചിട്ട് എഴുതിയെടുക്കുക. എന്നിട്ട് ക്യാഷ് ഫ്ലോയിനെ ഡിസ്കൗണ്ട് ഫാക്ടറായിട്ട് ഗുണിക്കുക. അപ്പോൾ എന്ത് കിട്ടും, പ്രസൻറ്റ് വാല്യൂ കിട്ടും. അത്ര മാത്രമേ ഇതിൽ കണ്ടുപിടിക്കാനുള്ളൂ. അപ്പോൾ അത് സോൾവ് ചെയ്യണം നോക്കാം. ആദ്യം നമ്മൾ ഇയർ എഴുതി. ഫസ്റ്റ് കോളം ഇയർ 4 വർഷം. സെക്കൻഡ് കോളം പി ഇവിടെ അർത്ഥമാക്കുന്നത് പ്രിൻസിപ്പൽ എമൗണ്ട് എന്നാണ്. ഇവിടെ നമുക്ക് എന്തിടാം, എഫ് വി എന്ന് ഇട്ട് കഴിഞ്ഞാലും കറക്റ്റ് ആണ്. ഫ്യൂച്ചർ വാല്യൂ ആണല്ലോ, നമുക്ക് നൽകിയ ഫ്യൂച്ചർ വാല്യൂ ആണ്. അല്ലെങ്കിൽ ക്യാഷ് ഫ്ലോ എന്നിട്ടാലും കറക്റ്റാണ്. 5,000, 7,000, 10,000, 8,000 അത് നൽകി. ഇനി നമ്മൾ ഡിസ്കൗണ്ട് ഫാക്ടർ 12% ഡിസ്കൗണ്ട് ഫാക്ടർ കാണാം അല്ലേ. ടേബിൾ വാല്യൂ വെച്ചിട്ട് 12% ഡിസ്കൗണ്ട് ഫാക്ടറാണ്. എവിടെ 12% വരുന്നത്, 12% പ്രസൻറ്റ് വാല്യൂ ടേബിളിൽ ഇതാണ് അല്ലേ 12%. അപ്പോൾ ഇതിൻ്റെ 4 വർഷം എടുക്കാം. അതിൻ്റെ 4 വർഷം വരുന്നത് 0.893, 0.797, 0.712, 0.636. എന്നിട്ട് ക്യാഷ് ഫ്ലോനെ ഡിസ്കൗണ്ട് ഫാക്ടറേറ്റ് ഗുണിക്കുക. ഇതിങ്ങനെ ഓരോന്നും ഗുണിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, പ്രസൻറ്റ് വാല്യൂ കിട്ടും. അങ്ങനെ പ്രസൻറ്റ് വാല്യൂവിൻ്റെ ടോട്ടൽ വരുന്നത് 22,252 ആണ്. വളരെ എളുപ്പമാണ്. അപ്പോൾ ഇത് അല്ലേ, ഇത് നേരെ ഗുണിച്ചാൽ ഈ ഒരു പ്രസൻറ്റ് വാല്യൂ ലഭിക്കും. വളരെ എളുപ്പത്തിൽ ഓരോ ഭാഗങ്ങളും നിങ്ങൾക്ക് പഠിക്കാൻ കഴിയും, കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാം. അപ്പോൾ നമ്മൾ ടൈം വാല്യൂ ഓഫ് മണി എന്ന് പറയുന്ന കോൺസെപ്റ്റ് 2 പ്രധാനപ്പെട്ട ടെക്നിക്കുകൾ പറഞ്ഞു. ഒരു ടെക്നിക്കായിരുന്നു കോമ്പൗണ്ടിങ്, അതുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസും ഡിസ്കസ് ചെയ്തു. മറ്റൊരു ടെക്നിക്കായിരുന്നു ഡിസ്കൗണ്ടിങ്, അതുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസും ഡിസ്കസ് ചെയ്തു. ഇനി വരുന്ന ടോപ്പിക്ക് ടൈം വാല്യൂ ഓഫ് മണി ബന്ധപ്പെട്ട മറ്റു കുറച്ച് ഏരിയാസാണ്. അതിൽ വരുന്ന ഒരു ടോപ്പിക്കാണ് ആനുറ്റി. ആനുറ്റി എന്ന് പറഞ്ഞാൽ ആനുറ്റി ഈസ് എ സീരീസ് ഓഫ് ഈക്വൽ പേയ്മെൻറ്റ് അറ്റ് റെഗുലർ ഇൻ്റർവെൽ ഫോർ എ ഫിക്സഡ് പീരിയഡ് ഓഫ് ടൈം. നമ്മൾ ഒരു ഫിക്സഡ് ടൈം പീരിയഡിൽ ഈക്വൽ പേയ്മെൻറ്റ് നൽകുക. എക്സാമ്പിൾ പറഞ്ഞാൽ അല്ലേ, ഓരോ വർഷവും 10,000 രൂപ നൽകുക, അല്ലെങ്കിൽ ഓരോ മാസവും 10,000 രൂപ നൽകുക, അല്ലെങ്കിൽ ഓരോ ആഴ്ചയിലും 10,000 രൂപ നൽകുക. അങ്ങനെ ഈക്വൽ പേയ്മെൻറ്റ് അറ്റ് റെഗുലർ ഇൻ്റർവെല്ലാണെന്ത് ആനുറ്റി. ആനുറ്റി എന്ന് പറയുന്നത് എന്താണ്, ഈക്വൽ പേയ്മെൻറ്റ് അറ്റ് റെഗുലർ ഇൻ്റർവെൽ അല്ലെ. ആ ഇൻ്റർവെൽ എന്താവാം, ചിലപ്പോൾ ആഴ്ചകളാവാം, അല്ലെങ്കിൽ മാസങ്ങളാവാം, അല്ലെങ്കിൽ വർഷത്തിലാവാം. നമ്മൾ നൽകുന്നത് ഈക്വൽ പേയ്മെൻ്റ് ആണ്, റെഗുലർ ഇൻ്റർവെല്ലാണ് എന്നുള്ള കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇതിൻ്റെ എക്സാമ്പിളാണ് മന്ത്ലി സാലറി അല്ലെ. ഒരു സ്ഥാപനം എന്ത് ചെയ്യുന്നു, മാസത്തിൽ സാലറി കൊടുക്കുന്നു അല്ലേ. ഓരോ മാസം എന്ത് നൽകും, സാലറി നൽകും. സാലറി എന്തായിരിക്കും, ഒരേ എമൗണ്ട് ആക്കണം. ചിലർക്ക് 50,000 രൂപയാണെങ്കിൽ ആ 50,000 രൂപ എന്ത് ചെയ്യുക, ഓരോ മാസം നൽകുക. അത് ആനുറ്റിക്ക് ഒരു എക്സാമ്പിളാണ്.
മറ്റൊന്നാണ് EMI പേയ്മെൻറ്റ്. നിങ്ങളൊക്കെ ബജാജിൻ്റെ ഫിനാൻസ് പ്രകാരം EMI നൽകുന്നുണ്ടായിരിക്കും. ഇപ്പോൾ നമ്മളൊരു ലാപ്ടോപ്പോ മൊബൈൽ ഫോണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സാധനങ്ങൾ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ EMI പ്രകാരം പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ മാസവും നമ്മൾ അതിൻ്റെ ഒരു എമൗണ്ടും ഇൻട്രസ്റ്റ് അടക്കം നൽകും. അതും ആനുറ്റിയുടെ ഭാഗമാണ്. ദെൻ പെൻഷൻ ഫോർ എ ഫിക്സഡ് നമ്പർ ഓഫ് ഇയേഴ്സ്, അല്ലേ? ഒരു ഫിക്സഡ് നമ്പർ ഓഫ് ഇയേഴ്സിന് പെൻഷൻ നൽകുക, അതും ആനുറ്റിയാണ്. അപ്പോൾ ആനുറ്റി എന്ന് പറയുന്നത് എന്താണ്? ഈക്വൽ പേയ്മെൻറ്റ് അറ്റ് റെഗുലർ ഇൻ്റർവെല്ലാണെന്ത് ആനുറ്റി. നെക്സ്റ്റ് വരുന്ന ഒരു കോൺസെപ്റ്റാണ് പെർപ്പച്യൂറ്റി. എ പെർപ്പച്യൂറ്റി ഈസ് എ സീരീസ് ഓഫ് ഈക്വൽ പേയ്മെൻറ്റ് ദാറ്റ് കണ്ടിന്യൂ ഫോർ എവർ. പെർപ്പച്യൂറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ ഈക്വൽ പേയ്മെൻറ്റ് നൽകുന്നത് കണ്ടിന്യൂസ് ആയിട്ടാണ്. ഫോർ എവർ നമുക്കെന്തില്ല, ഒരു ഫിക്സഡ് കാലാവധി ഇല്ല, ഇൻഡെഫിനിറ്റ് പീരിയഡാണെന്ത് പെർപ്പച്യൂറ്റി. നമ്മൾ ആനുറ്റി പറഞ്ഞിരുന്നു. ആനുറ്റി എന്തുണ്ട്? ഒരു ഫിക്സഡ് കാലാവധി ഉണ്ട്. ഇപ്പോൾ 5 വർഷം അല്ലെങ്കിൽ 2 വർഷം നമ്മൾ പേയ്മെൻറ്റ് നൽകുകയാണ്. ഒരു ഫിക്സഡ് കാലാവധിയിൽ ഒരു 5 വർഷം പേയ്മെൻറ്റ് നൽകുകയാണ്. അതിനെയാണ് ആനുറ്റി എന്ന് പറയുന്നത്. ഇവിടെ പെർപ്പച്യൂറ്റിയിലേക്ക് എത്തുമ്പോൾ ഇവിടെ നമ്മൾ പേയ്മെൻറ്റ് നൽകുന്നത് കണ്ടിന്യൂസ് ഫോർ എവറാണ്, ഇൻഡെഫിനിറ്റ് പീരീഡാണ്. ഒരു എക്സാമ്പിൾ പറയാ വെച്ചാൽ, ഒരു വ്യക്തി അതിൻ്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് 5000 രൂപ ഓരോ മാസം നിക്ഷേപിക്കുകയാണ്. ഈ ഒരു പ്രവണത അദ്ദേഹം നിർത്തുന്നില്ല, ഒരു കാലാവധി ഒന്നുമില്ല, നിരന്തരം തുടരുകയാണെങ്കിൽ അതിനെയാണ് എന്ത് പറയുന്നത്? പെർപ്പച്യൂറ്റി എന്ന് പറയുന്നത്. വെൻ സ്മാൾ എമൗണ്ട് ഈസ് റിസീവ്ഡ് ഓർ പെയ്ഡ് റെഗുലർ ഇൻ്റർവൽ ഫോർ എവർ, അല്ലേ? നിരന്തരം ഒരു ചെറിയ എമൗണ്ട് നമ്മളുടെ കയ്യിലേക്ക് കിട്ടുകയാണ്, അല്ലെങ്കിൽ നിരന്തരം ഒരു ചെറിയ എമൗണ്ട് നമ്മൾ നൽകുകയാണ്. അതിനെന്തില്ല, ഒരു കാലാവധി, ഇത്ര കാലത്തേക്കെന്നില്ല, ഇൻഡെഫിനിറ്റ് പീരീഡാണ്, ഫോർ എവറാണ്. ആ കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കുക. എക്സാമ്പിളാണ് ഗവൺമെൻറ് ബോണ്ട്. ഗവൺമെൻറ് ബോണ്ട് ഒരു പെർപ്പച്യൂറ്റിയാണ്. അതുപോലെ തന്നെ സം എൻഡോൺമെൻറ്റ് ഫണ്ടുകളൊക്കെ എന്താണ്? പെർപ്പച്യൂറ്റിയാണ്. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്നതാണത് പെർപ്പച്യൂറ്റി. ഇവിടെ എന്തില്ല, ഒരു ഫിക്സഡ് പീരീഡ് ഇല്ല. ഇനി നമ്മൾ ആനുറ്റിയും പെർപ്പച്യൂറ്റിയും തമ്മിലുള്ള ഡിഫറൻസ് പറയും. അപ്പോൾ ഒന്നും കൂടിയും ഈ ടേം കൃത്യമായിട്ട് മനസ്സിലാവും. നെക്സ്റ്റ് നമുക്ക് പെർപ്പച്യൂറ്റിയുമായി ബന്ധപ്പെട്ട ഒരു സിമ്പിൾ പ്രോബ്ലം നോക്കാം. PV ഓഫ് പെർപ്പച്യൂറ്റി, പ്രസൻറ്റ് വാല്യൂ ഓഫ് പെർപ്പച്യൂറ്റി. ചിലപ്പോൾ ഈ ഒരു ഭാഗത്ത് നിന്ന് ചോദ്യം വരാം. ജസ്റ്റ് ഇക്വേഷൻ ഇതാണ്, P/R. ഒരു ചോദ്യം നോക്കാം. കാൽക്കുലേറ്റ് പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഫ്ലോ ഓഫ് 600 പെർ ഇയർ ഫോർ എവർ. ഇവിടെ ഈ ഒരു ഒറ്റ വേർഡ് ഉണ്ടായത് കൊണ്ടാണ് ഇവിടെ പെർപ്പച്യൂറ്റി ആവാൻ കാരണം. ഫോർ എവറാണ്. എല്ലാ എന്ത് ചെയ്യുന്നുണ്ട്, വർഷത്തിലും 600 രൂപ ക്യാഷ് ഫ്ലോ ഉണ്ട്. അറ്റ് ആൻ ഇൻട്രസ്റ്റ് റേറ്റ് ഈസ്, ഇൻട്രസ്റ്റ് എത്രയാണ്? 8%. അപ്പോൾ ഇക്വേഷൻ എത്രയാണുള്ളൂ? P/R. P എത്രയാണ്? 600. P 600 R എത്രയാണ്? 8%. 8% എന്ന് പറഞ്ഞാൽ 0.08 ആണ്. അപ്പോൾ ഇവിടെ PV ഓഫ് പെർപ്പച്യൂറ്റി എത്രയാണ്? P/R 600 ഡിവൈഡഡ് ബൈ 0.08 7500. അപ്പോൾ ഇത്രയൊരു ചോദ്യം ചെയ്യാനുള്ള കൃത്യമായിട്ട് മനസ്സിലാക്കുക. അപ്പോൾ PV ഓഫ് പെർപ്പച്യൂറ്റി കൃത്യമായിട്ട് മനസ്സിലാക്കുക. നെക്സ്റ്റ് വരുന്ന ടോപ്പിക്കാണ് ഡിഫറൻസ് ബിറ്റ്വീൻ ആനുറ്റി ആൻഡ് പെർപ്പച്യൂറ്റി. അപ്പോൾ നമ്മൾ 2 ടേം പറഞ്ഞു. ഒരു ടേമായിരുന്നു ആനുറ്റി, മറ്റൊരു ടേമായിരുന്നു പെർപ്പച്യൂറ്റി. ഇനി ഇവ തമ്മിലുള്ള ഡിഫറൻസ് നോക്കാം. 3 കോളമായിട്ടാണ് ഡിഫറൻസ് നൽകിയിട്ടുള്ളത്. ഫസ്റ്റ് കോളം ബേസിസ് ആണ്, സെക്കൻഡ് കോളം ആനുറ്റി, തേർഡ് കോളം പെർപ്പച്യൂറ്റി. അതിൽ ബേസിസിൽ ഫസ്റ്റ് പോയിന്റ് വരുന്നത് പേയ്മെൻറ്റ് ഡ്യൂറേഷനാണ്. ആനുറ്റി ഫിക്സഡ് കാലാവധിക്കാണ്, പെർപ്പച്യൂറ്റി ഇൻഡെഫിനിറ്റ് പീരിയഡാണ്. ദെൻ നമ്പർ ഓഫ് പേയ്മെൻറ്റ്, ലിമിറ്റഡ് നമ്പർ ഓഫ് പേയ്മെൻ്റ് ആണ് ആനുറ്റി ഉള്ളത്, അൺലിമിറ്റഡ് പേയ്മെൻ്റ് ആണ് പെർപ്പച്യൂറ്റി ഉള്ളത്. ദെൻ തേർഡ് പോയിന്റ് പ്രിൻസിപ്പൽ റിട്ടേൺ. പ്രിൻസിപ്പൽ എന്ത് ചെയ്യണം? നമ്മൾ ആദ്യം നൽകിയ എമൗണ്ട് റീപെയ്ഡ് നൽകണം. ദെൻ നോ പ്രിൻസിപ്പൽ റീപേയ്മെൻറ്റ്. പെർപ്പച്യൂറ്റി എന്തില്ല? പ്രിൻസിപ്പൽ റീപേയ്മെൻറ്റ് ഇല്ല. എക്സാമ്പിൾ ആനുറ്റിക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു എക്സാമ്പിളാണ് റിട്ടയർമെൻറ്റ് പെൻഷൻ. നമ്മൾ റിട്ടയർമെൻറ്റ് പെൻഷൻ നൽകുന്നത് ആനുറ്റി പ്രകാരമാണ്, അല്ലെ? ഓരോ മാസം ഇത്ര എമൗണ്ട് എന്ന രീതിയിലാണ്.
എൻഡോൺമെൻറ്റ് ഫണ്ടാണ് പെർപ്പച്യൂറ്റിക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു എക്സാമ്പിൾ. ദെൻ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ്, പേയ്മെൻറ്റ് ഫോർ എ സെറ്റ് ടേമാണ്, ടേമിൻ്റെ ബേസിലാണ്. ദെൻ ഫോർ എവർ ആണ്, അല്ലെ, തുടർന്ന് കൊണ്ടേയിരിക്കുകയാണ്, കണ്ടിന്യൂസ് ഫോർ എവർ ആണ്. അപ്പോൾ ഈ ഒരു ഡിഫറൻസ് ഒക്കെ എഴുതുമ്പോൾ നമ്മൾ ആദ്യം നൽകിയ മീനിങ് എഴുതുക, എന്നിട്ട് മാത്രം ഈ ബോക്സിലെ കാര്യങ്ങൾ എഴുതാൻ വേണ്ടി ശ്രമിക്കാം. നെക്സ്റ്റ് വരുന്ന ഏരിയയാണ് ഇൻട്രസ്റ്റ്, പലിശ എന്ന് പറയും. നിങ്ങളൊക്കെ ചെറിയ ക്ലാസ്സിലെ പഠിച്ചിട്ടുള്ള ഒരു ഏരിയയും കൂടിയാണ് ഇൻട്രസ്റ്റ്, പലർക്കും അറിയുന്നുണ്ടായിരിക്കും. പ്രധാനമായിട്ടും രണ്ട് ഇൻട്രസ്റ്റ് ആണുള്ളത്. ഒന്ന് സിമ്പിൾ ഇൻട്രസ്റ്റ്, സാധാരണ പലിശ. സെക്കൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, കൂട്ടുപലിശ. അതിൽ സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റഡ് ഓൺലി ഓൺ ദി ഒറിജിനൽ പ്രിൻസിപ്പൽ എമൗണ്ട്. നമ്മൾ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്ത് ഒറിജിനൽ പ്രിൻസിപ്പൽ എമൗണ്ട് മാത്രം ആണെങ്കിൽ അതിനെ പറയുന്ന പേരാണത് സിമ്പിൾ ഇൻട്രസ്റ്റ്. ഇപ്പോൾ ഒരാൾ ഒരു നിശ്ചിത എമൗണ്ട് ലോൺ എടുക്കാം, ആ ലോണിൻ്റെ മുകളിൽ മാത്രമാണ് ഇൻട്രസ്റ്റ് കാണുന്നതെങ്കിൽ അതിന് പറഞ്ഞ പേരാണത് സിമ്പിൾ ഇൻട്രസ്റ്റ്. സിമ്പിൾ ഇൻട്രസ്റ്റ് കാണാനുള്ള ഇക്വേഷൻ പറഞ്ഞാൽ ഐ ഇൻട്രസ്റ്റ് ഈക്വൽ ടു പി എൻ ആർ ആണ്. പി എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പൽ എമൗണ്ട് ആണ്, എൻ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഇയേഴ്സ് ആണ്, ആർ എന്ന് പറഞ്ഞാൽ റേറ്റ് ആണ്. ഇനി നമുക്ക് സിമ്പിൾ ഇൻട്രസ്റ്റുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം നോക്കാം. എ സ്റ്റുഡൻറ്റ് പർച്ചേസസ് എ കമ്പ്യൂട്ടർ ബൈ ഒബ്റ്റൈനിങ് എ ലോൺ ഓൺ സിമ്പിൾ ഇൻട്രസ്റ്റ്. ഒരു വിദ്യാർത്ഥി ഒരു കമ്പ്യൂട്ടർ വാങ്ങുകയാണ്, ലോണിനാണ് കമ്പ്യൂട്ടർ വാങ്ങുന്നത്, സിമ്പിൾ ഇൻട്രസ്റ്റിലാണ് ആ കുട്ടി ലോൺ എടുത്തിട്ടുള്ളത്. ദ കമ്പ്യൂട്ടർ കോസ്റ്റ്, കമ്പ്യൂട്ടറിന് വരുന്ന ചിലവ് 50,000 ആണ്. ആൻഡ് ഇൻട്രസ്റ്റ് ഓൺ ലോൺ ഈസ് 12% per annum ആണ്, അല്ലെ, 12%, വർഷത്തിൽ 12% ഇൻട്രസ്റ്റ്. കോസ്റ്റ്, കമ്പ്യൂട്ടറിൻ്റെ കോസ്റ്റ് 50,000 ആണ്. ഇഫ് ദി ലോൺ ഈസ് ടു ബി റീപെയ്ഡ് ആഫ്റ്റർ 2 years, 2 വർഷത്തിനുള്ളിൽ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ 2 വർഷത്തിന് എന്ത് ചെയ്യണം, ലോണ് തിരിച്ച് നൽകണം. അപ്പോൾ 2 വർഷമാണ് ഇവിടെ കാലാവധി. കാൽക്കുലേറ്റ്, 2 ചോദ്യമാണ്. ഒന്നാമത്തെ ചോദ്യം, ദ എമൗണ്ട് ഓഫ് ടോട്ടൽ ഇൻട്രസ്റ്റ് ഈസ് ടു ബി പെയ്ഡ്. ഈ 2 വർഷത്തിൽ ആ കുട്ടി എത്ര ഇൻട്രസ്റ്റ് ആയിട്ട് നൽകണം. സെക്കൻഡ് ചോദ്യം, ദ ടോട്ടൽ എമൗണ്ട് ഈസ് ടു ബി പെയ്ഡ് ആഫ്റ്റർ 2 years. ഇൻട്രസ്റ്റും പ്രിൻസിപ്പളും അടക്കം, പ്രിൻസിപ്പൽ എമൗണ്ടും അടക്കം എത്ര ടോട്ടൽ എമൗണ്ട് 2 വർഷത്തിന് ശേഷം നൽകണം. അപ്പോൾ 2 ചോദ്യമാണ്. 2 ചോദ്യം എങ്ങനെ സോൾവ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് ചോദ്യം ഇൻട്രസ്റ്റ് കാണാനാണ്. ഇൻട്രസ്റ്റ് കാണാനുള്ള ഇക്വേഷൻ പി എൻ ആർ ആണ്. അപ്പോൾ ഇവിടെ പി എത്രയാണ്, 50,000 ആണ്. പി എന്ന് പറഞ്ഞാൽ ഒറിജിനൽ കോസ്റ്റാണ്. ഇവിടെ ആർ എന്ന് പറഞ്ഞാൽ എത്രയാണ്, 12% അതായത് 0.12. എന്ന് 2 വർഷമാണ്. അപ്പോൾ ഫസ്റ്റ് ചോദ്യം ടോട്ടൽ ഇൻട്രസ്റ്റ് ആണ്. ടോട്ടൽ ഇൻട്രസ്റ്റ് പി എൻ ആർ ആണ്. 50,000 ഇൻറ്റു 0.12 ഇൻറ്റു 2 ചെയ്ത് കഴിഞ്ഞാൽ 12,000 എന്ന് കിട്ടും. ഇനി ടോട്ടൽ എമൗണ്ട്, അല്ലേ, 50,000 രൂപയാണ് കോസ്റ്റ് പ്ലസ് ഇൻട്രസ്റ്റ് ആണ്. അപ്പോൾ 2 വർഷത്തിന് ശേഷം പ്രിൻസിപ്പളും അതിൻ്റെ ഒപ്പം ഇൻട്രസ്റ്റും കൂട്ടിയാണ് എന്ത്, അല്ലേ, ആഫ്റ്റർ 2 വർഷത്തിന് ശേഷം ആ കുട്ടി നൽകേണ്ടത്. പ്രിൻസിപ്പൾ എത്രയാണ്, 50,000 ആണ്, ഇൻട്രസ്റ്റ് എത്രയാണ്, 12,000 ആണ്. അപ്പോൾ മൊത്തം 62,000. വളരെ സിമ്പിളായിട്ടുള്ള ഏരിയ ആണ് സിമ്പിൾ ഇൻട്രസ്റ്റ് ഒക്കെ. ജസ്റ്റ് ഒന്ന് നോക്കി വെക്കാം, ചിലപ്പോൾ ഈ ഒരു ഏരിയയിൽ നിന്ന് ചോദ്യം വരാൻ സാധ്യതയുള്ളൂ. നെക്സ്റ്റാണ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു, അല്ലേ, ഫ്യൂച്ചർ വാല്യൂ കാണാൻ. അപ്പോൾ ഫ്യൂച്ചർ വാല്യൂ എങ്ങനെയാണ് കണ്ടുപിടിക്കുക, അതേ സെയിം പാറ്റേൺ അത് തന്നെയാണ് എന്ത്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. അവിടെ നമ്മൾ പ്രോബ്ലം നൽകുന്നില്ല. പ്രോബ്ലം നിങ്ങൾ എന്ത് ചെയ്യുക, കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെ ചോദ്യം വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണോ നിങ്ങൾ ഫ്യൂച്ചർ വാല്യൂ, നമ്മൾ കോമ്പൗണ്ടിങ്ങിൽ എങ്ങനെയാണ് ഫ്യൂച്ചർ വാല്യൂ കണ്ടത്, അത് തന്നെയാണിത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റും, ഒരു മാറ്റമല്ല. ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റഡ് ഓൺ പ്രിൻസിപ്പൽ പ്ലസ് പ്രീവിയസ് ഇൻട്രസ്റ്റ്. നമ്മൾ പ്രിൻസിപ്പലിനോട് കൂടെ കഴിഞ്ഞ വർഷത്തെ ഇൻട്രസ്റ്റും കൂടി എന്ത് ചെയ്യും, ആഡ് ചെയ്യും. അതായത് ഇതൊരു ഇൻട്രസ്റ്റ് ഓൺ ഇൻട്രസ്റ്റ് ആണ്. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഇൻട്രസ്റ്റ് ഓൺ ഇൻട്രസ്റ്റ് ആണ്. ഇത് കാണാനുള്ള ഇക്വേഷനാണ് ഫ്യൂച്ചർ വാല്യൂ, അല്ലേ. കോമ്പൗണ്ട് എന്ന് പറയുന്നത് തന്നെയാണ് ഫ്യൂച്ചർ വാല്യൂ തന്നെയാണ്. അപ്പോൾ ഇതൊന്നും നമ്മൾ ഓൾറെഡി ചെയ്തതാണ്. ഒരുപാട്
ക്വസ്റ്റ്യൻസ് നമ്മൾ ആൾറെഡി സോൾവ് ചെയ്തതാണ്. ആ ചോദ്യങ്ങൾ ആ ഒരു ഏരിയ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ചിലപ്പോൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെ ചോദ്യം പരീക്ഷയ്ക്ക് വരും. ഫ്യൂച്ചർ വാല്യൂ എങ്ങനെയാണ് കണ്ടത് അത് തന്നെയാണ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റും കാണാം. എഫ് ഈക്വൽ ടു പി ഇൻറ്റു 1+r⁻n ആണ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കാണാനുള്ള ഇക്വേഷന്. നമ്മൾ ആൾറെഡി ഫ്യൂച്ചർ വാല്യൂ കണ്ടതാണ്. ആ ഒരു ഏരിയ കൃത്യമായിട്ട് മനസ്സിലാക്കുക. നെക്സ്റ്റ് വരുന്ന ഒരു ടോപ്പിക്കാണ് ക്യാപിറ്റൽ റിക്കവറി. ക്യാപിറ്റൽ റിക്കവറി ഈസ് ദി പ്രോസസ് ഓഫ് റിക്കവറിങ് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഓർ പ്രിൻസിപ്പൽ ഓവർ ടൈം അലോങ് വിത്ത് ഇൻട്രസ്റ്റ് ത്രൂ ഈക്വൽ പീരിയോഡിക് പേയ്മെൻറ്റ്. ക്യാപിറ്റൽ റിക്കവറി എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് എത്ര കാലാവധിക്കുള്ളിൽ നമുക്ക് റിക്കവർ ചെയ്യാൻ പറ്റും, നമ്മളൊരു പ്രിൻസിപ്പൽ എമൗണ്ട് എത്ര കൊല്ലത്തിനുള്ളിൽ നമുക്ക് റിക്കവർ ചെയ്തെടുക്കാൻ പറ്റും, അതിന് പറഞ്ഞ പേരാണത് ക്യാപിറ്റൽ റിക്കവറി. നമ്മളുടെ ക്യാപിറ്റൽ എത്ര വർഷത്തിനുള്ളിൽ എത്ര ടൈം പീരീഡിനുള്ളിൽ നമുക്ക് റിക്കവർ ചെയ്യാൻ പറ്റും. ക്യാപിറ്റൽ റിക്കവറിയുമായി ബന്ധപ്പെട്ട ഒരു ഇക്വേഷൻ നോക്കാം. പേയ്മെൻറ്റ് ഈക്വൽ ടു പി ഇൻറ്റു ആർ ഡിവൈഡഡ് ബൈ 1 - 1+r⁻n. കൃത്യമായിട്ട് ക്യാപിറ്റൽ റിക്കവറിയുടെ ഇക്വേഷൻ പഠിക്കാം. ഇവിടെ പി എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പൽ അല്ലെങ്കിൽ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻ്റ് ആണ്, ആറ് ഇൻട്രസ്റ്റ് റേറ്റ് ആണ്, എൻ നമ്പർ ഓഫ് ഇയേഴ്സ് ആണ് അല്ലെങ്കിൽ നമ്പർ ഓഫ് പീരിയഡ് ആണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം നോക്കാം. ക്യാപിറ്റൽ റിക്കവറിയുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം നോക്കാം. റാഹിം ഇൻവെസ്റ്റ് 10,000 ടുഡേ ഇൻ ആൻ ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീം. റാഹിം എന്ന് പറയുന്ന വ്യക്തി 10,000 രൂപ ഇന്ന് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീമിൽ ഇൻവെസ്റ്റ് ചെയ്യാണ്. ഹി വാണ്ട്സ് ടു റിക്കവർ ദിസ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓവർ 5 years അറ്റ് ആനുവൽ ഇൻട്രസ്റ്റ് ഓഫ് 6%. അതായത് എന്ത് ചെയ്യണം, 5 വർഷത്തിനുള്ളിൽ ഇത് തിരിച്ച് കിട്ടണം. ഇല്ല, ഇൻട്രസ്റ്റ് എത്രയാണ്? 6%. എത്ര വർഷത്തിനുള്ളിൽ കിട്ടണം? 5 വർഷത്തിനുള്ളിൽ അയാൾക്ക് ഈ ഒരു എമൗണ്ട് തിരിച്ച് കിട്ടണം. അപ്പോൾ ഇതിൻ്റെ ആൻസർ കാണാൻ നോക്കാം. ആദ്യം നമ്മളിവിടെ പേയ്മെൻ്റ് ആണ്. ഇവിടെ പി എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പൽ എമൗണ്ട് എത്രയാണ്? 10,000 ആണ്. ആർ എത്രയാണ്? 6%, അതായത് 0.06 ആണ്. എൻ എന്ന് പറഞ്ഞാൽ 5 വർഷമാണ്. ഇനി നമ്മൾ ജസ്റ്റ് ആ ഒരു ഇക്വേഷനിൽ അപ്ലൈ ചെയ്യുന്നു. പി ഇൻറ്റു ആർ ഡിവൈഡഡ് ബൈ 1 - 1+r⁻n. അവിടെ പി എത്രയാണ്? 10,000 ആണ്. ഇൻറ്റു ആർ എത്രയാണ്? 0.06 ഡിവൈഡഡ് ബൈ 1 - 1+0.06⁻5. അത് സോൾവ് ചെയ്യുമ്പോൾ 600 ഡിവൈഡഡ് ബൈ 1 - 0.06⁻5 എന്ന് കിട്ടും. അത് 600 ഡിവൈഡഡ് ബൈ 1 - 0.7473 കിട്ടും. ദെൻ 600 ഡിവൈഡഡ് ബൈ 0.2527 ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസർ 2324 കിട്ടും. അപ്പോൾ ആൻസറൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റർ എടുത്ത് തന്നെ സോൾവ് ചെയ്ത് നോക്കാം. വളരെ സിമ്പിളായിട്ടുള്ള ഏരിയയാണ് ക്യാപിറ്റൽ റിക്കവറി. ജസ്റ്റ് ഇക്വേഷൻ പഠിക്കുക, ആ ഇക്വേഷനിൽ ആ കാര്യങ്ങൾ ജസ്റ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ക്യാപിറ്റൽ റിക്കവറി കിട്ടും. നെക്സ്റ്റ് ഇവിടെ വരുന്ന മറ്റൊരു ടേമാണ് ലോൺ അമോർട്ടൈസേഷൻ. ലോൺ അമോർട്ടൈസേഷൻ എന്ന് പറഞ്ഞാൽ ഈസ് എ ഫിനാൻഷ്യൽ പ്രോസസ് in which borrower repay a loan gradually over time through a series of equal payment. അല്ലേ, ഒരാൾ ഒരു ലോൺ എടുത്തു കഴിഞ്ഞാൽ ഗ്രാജുവലി എന്ത് ചെയ്യും, അത് നൽകിക്കൊണ്ടേയിരിക്കും. ഇറ്റ് ഈസ് എ സിസ്റ്റമാറ്റിക് പേയ്മെൻറ്റ് ഓഫ് ലോൺ ഇൻ ആൻ ഈക്വൽ ഇൻസ്ട്രുമെൻറ്റ് ഓർ EMI ഓവർ ടൈം. നമ്മൾ EMI ഒക്കെ നൽകുന്ന പോലെ ഒരാൾ ലോൺ എടുത്തു കഴിഞ്ഞാൽ ഗ്രാജുവലി ആയിട്ട് എന്ത് ചെയ്യും, തുടരെ ആ ഒരു എമൗണ്ട് നൽകിക്കൊണ്ടേയിരിക്കും. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത് ലോൺ അമോർട്ടൈസേഷൻ എന്ന് പറയുന്നത്. ഇവിടെ ഓരോ ഇൻസ്റ്റാൾമെൻറ്റിലും എന്തുണ്ടായിരിക്കും, ഇൻട്രസ്റ്റ് ഓൺ ഔട്ട്സ്റ്റാൻഡിങ് ലോണിൻ്റെ ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ റീപേയ്മെൻറ്റ് ഓഫ് പ്രിൻസിപ്പൽ, അല്ലെ, നമ്മൾ പ്രിൻസിപ്പൽ എമൗണ്ട് കൊണ്ട് എന്ത് ചെയ്യണം,
നമ്മൾ റീപേയ്മെൻറ്റ് എടുക്കണം. അതായത് ഇവിടെ EMI രീതിയാണ്. ഇൻട്രസ്റ്റും ഉണ്ടായിരിക്കും, പ്രിൻസിപ്പൽ എമൗണ്ടും ഉണ്ടായിരിക്കും. അപ്പോൾ ഗ്രാജ്വലായിട്ട് നമ്മളുടെ ബോറോവിങ്ങിൻ്റെ ലോണ് നൽകിയത് എന്ത് ചെയ്യാണ്, തിരിച്ചു വാങ്ങാണ്. അതിനെയാണ് ലോൺ അമോർട്ടൈസേഷൻ പറഞ്ഞത്. ഇവിടെ എന്തുണ്ടായിരിക്കും, പ്രിൻസിപ്പൽ എമൗണ്ട് ഉണ്ടായിരിക്കും പ്ലസ് ഇൻട്രസ്റ്റും ഉണ്ടായിരിക്കും. അപ്പോൾ ഫസ്റ്റ് ചാപ്റ്ററിലെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്തു. ആദ്യം എന്താണ് ഫിനാൻസ്, എന്താണ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്, ദെൻ എന്താണ് ടൈം വാല്യൂ ഓഫ് മണി. അതിൻ്റെ 2 ടെക്നിക്ക്, ഒന്ന് കോമ്പൗണ്ടിങ്ങും മറ്റൊന്ന് ഡിസ്കൗണ്ടിങ്ങും, അതുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ്. പിന്നീട് എന്താണ് ആനുറ്റി, എന്താണ് പെർപ്പച്യൂറ്റി, അതുപോലെ തന്നെ ഇൻട്രസ്റ്റ്, അതുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ്, ക്യാപിറ്റൽ റിക്കവറി എന്താണ്, ലോൺ അമോർട്ടൈസേഷൻ എന്താണ്. ഇത്രയും ഭാഗങ്ങളാണ് നിങ്ങളുടെ ഫസ്റ്റ് ചാപ്റ്ററിൽ വരുന്നത്. അടുത്തൊരു ക്ലാസ്സിൽ ഇതിൻ്റെ തുടർച്ച നമ്മൾ ക്ലാസ് എടുക്കും. എല്ലാവരും മാക്സിമം ഈ ഒരു ചാനലിനെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.